ഹേ ഗൈസ്, ഇന്നത്തെ നമ്മൾ എന്തൊക്കെയാണെന്ന് കഴിച്ചേ നോക്കിയാലോ. ഈ വീഡിയോ കുറച്ച് മുന്നേ നമ്മൾ കോഴിക്കോട് പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പൊ രാവിലെ തന്നെ നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല മുരുമുരാന്നുള്ള പൊരിച്ചപത്തിരി ആയിരുന്നേ. അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഉമ്മച്ചി ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ലിവർ വരട്ടിയതും അതുപോലെ തന്നെ നൂൽപുട്ടും ചെറുപയർ കറി ആയിരുന്നു കേട്ടോ. പക്ഷെ ഞാനും അജു ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും യൂഷ്വൽ ആയിട്ട് ചെയ്യുന്നത് തന്നെ. പക്ഷെ ഞങ്ങൾക്ക് എപ്പം കഴിക്കാൻ ഇഷ്ടമുള്ള നല്ല അടിപൊളി അയില മുളകിട്ടതും പൊറോട്ട ആയിരുന്നു കേട്ടോ. ഇവിടുന്ന് നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ പൊറോട്ടയും മീൻകറി ആണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് നമ്മൾ കഴിച്ച പൊരിച്ചപത്തിരി ആണെന്നുണ്ടെങ്കിലും നല്ല മുരുമുരാന്നായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഷോപ്പിന്റെ കറക്റ്റ് നെയിം എനിക്ക് ഓർമ്മയില്ല. പക്ഷെ സാധാരണ ഒരു ചെറിയൊരു കടയാണ്. ചെറിയ കടയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ഫുഡും ആണ് കേട്ടോ ഓല് സെർവ് ചെയ്യുന്നത്. ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് കുറ്റിക്കാട്ടൂർ ടൗണിൽ തന്നെയാണ് കേട്ടോ. ഞാനും അജു എന്തായാലും ഇവിടുത്തെ ഫുഡിന് സാറ്റിസ്ഫൈഡ് ആണ്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നേരെ വിട്ടിട്ടുണ്ടായിരുന്നത് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാനായിട്ട് ലുലുവിൽക്കാണ് കേട്ടോ. ലുലുവിലത്തെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്ന വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന നല്ലൊരു അടിപൊളി നല്ല ടേസ്റ്റും നല്ല ഫില്ലിങ്ങും ഉള്ളൊരു റോൾ ഷവർമയായിരുന്നു. അതുകൂടാണ്ട് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്ന നല്ല അടിപൊളി ബീഫ് ബിരിയാണിയും കൂടി ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്താ പറയാ, ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബീഫ് ആണെന്നുണ്ടെങ്കിലും റൈസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതിന്റെ കൂടെ തന്നെ നമ്മൾ അവിടുന്ന് മേടിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നായിരുന്നു മലായി ടിക്ക ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെ ഇന്ത്യൻസിന് ഇഷ്ടപ്പെടുന്ന നല്ല എരിവും അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നുമില്ല, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയാലുള്ള ഉപകാരം എന്താ വെച്ചാൽ കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് ഇഷ്ടംപോലെ ഫുഡ് മേടിക്കാം കേട്ടോ. അതും വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് നമുക്ക് ട്രൈ ചെയ്യാം. അങ്ങനെ അടുത്തതായിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഓർ തന്നെ ഇൻഹൗസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത അറബിക് കുബൂസും അതുപോലെ തന്നെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള എന്തോ ഒരു ചിക്കന്റെ കറി ആയിരുന്നു കേട്ടോ. അതിന്റെ പേര് എനിക്ക് ശരിക്കും ഓർമ്മ കിട്ടണില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ഗ്രേവി ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ചിക്കൻ ആണെന്നുണ്ടെങ്കിലും ഒക്കെ നല്ല അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് 3 പേർക്ക് നമ്മൾ വാങ്ങിയിട്ടുള്ള എല്ലാം നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമുക്കെന്തോ കുറഞ്ഞ ബഡ്ജറ്റിന്റെ ഉള്ളിലാണ് നമ്മൾ ഇത്രയും ഫുഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഫുഡ് കോർട്ടിൽ നിന്നൊക്കെ ഫുഡ് വാങ്ങുന്നതിനെക്കാട്ടിലും എത്രയോ ബെറ്റർ ആണ് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഫുഡ് വാങ്ങിയിട്ട് ഫുഡ് കോർട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് കഴിക്കുന്നത് കേട്ടോ. അങ്ങനെ ഈ ഫുഡിനെല്ലാം ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് കോർട്ടിൽ തന്നെയുള്ള ഒരു ഷോപ്പിൽ നിന്ന് നമ്മളൊരു മൊഹിത്തോ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ബാക്കിയുള്ള മൊഹിത്തോസിന്റെ അത്രയൊന്നും ഇത് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ബൈ.